തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാതെ, പ്രകീർത്തിക്കപ്പെടാതെ, പ്രശംസിക്കപ്പെടാതെ ലോകത്ത് ഒരു സെക്കൻഡും കഴിഞ്ഞു പോയിട്ടില്ല, കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകം പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്തമ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രശംസിക്കുന്നു എന്നാണല്ലോ അതിനൊരർത്ഥം. ആ അർത്ഥമാണ് ഈ ആയത്തിന് പറയപ്പെട്ട അർത്ഥങ്ങളിൽ ഏറ്റവും നല്ല അർത്ഥമെന്നും ഏറ്റവും ബെറ്ററായ അർത്ഥമെന്നും ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് ലോകം പടക്കപ്പെടുന്നതിന് മുമ്പേ ഉണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നീട് ലോകത്തെ പടച്ചതു മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അമ്പിയാക്കളായി കടന്നു വന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രശംസിക്കാതെ, പറയാതെ, പരിചയപ്പെടുത്താതെ പോയിട്ടില്ല. നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്വർഗം നഷ്ടപ്പെട്ടതിൽ വല്ലാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നഷ്ടപ്പെട്ടു പോയ സ്വർഗം തിരിച്ചു കിട്ടാനും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിയപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാണ് ദുആ ചെയ്തത്. അള്ളാഹു ചോദിച്ച ആദം നബിയെ, നിങ്ങൾക്ക് എങ്ങനെയാണ് മുഹമ്മദ് നബിയെ പരിചയം? അപ്പോൾ പറഞ്ഞു, നീ എനിക്ക് റൂഹൂദി. അങ്ങനെ ഞാൻ അർശിൻ്റെ തൂണുകളിലേക്ക് നോക്കുമ്പോൾ ആ തൂണുകൾ എഴുതിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ നാമത്തോട് ചേർത്തി പറയുന്ന ആള് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അവരെ അനുയായികളോട് പറഞ്ഞത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പ്രവാചകർ വരാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വന്നാൽ നിങ്ങളെല്ലാവരും അവരെ വിശ്വസിക്കണം, ഞങ്ങളും അവരെ വിശ്വസിക്കും എന്ന് പറയാതെ പോയ ഒരു പ്രവാചകനുമില്ല. എല്ലാ പ്രവാചകന്മാരോടും അങ്ങനെ ഒരു കരാറ് അള്ളാഹു ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരിലൂടെ തന്നെ പ്രശംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മലായികത്തിൻ്റെ ഇടയിൽ പ്രശംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നർത്ഥം. പിന്നെ തങ്ങൾ ജനിച്ച ശേഷം പറയേണ്ടതില്ല, എല്ലാവരും തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദ്ഹ് പറയാൻ വേണ്ടി സ്വഹാബത്ത് ധാരാളം സമയങ്ങൾ അവർ ചെലവഴിച്ചിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നാണ്. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദ്ഹ് പാടാൻ വേണ്ടി, തങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കാൻ വേണ്ടി അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ് തങ്ങളെക്കുറിച്ച് പാടി പുകഴ്ത്തിയതിൻ്റെ പേരിൽ തങ്ങൾ അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. മലായികത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ശക്തി പകരണേ അല്ലാഹ് എന്നാണ് തങ്ങൾ പ്രാർത്ഥിച്ചത്. തങ്ങളെ മദ്ഹ് പറയുന്നവർക്ക് മലായികത്തിൻ്റെ കാവലും സഹായവും ഉണ്ടാകും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് പാടിയതിൻ്റെ പേരിൽ സമ്മാനമായി പുതപ്പ് കൊടുത്തു എന്ന് ആ ചരിത്രം വിശുദ്ധമാണ്. അങ്ങനെ സ്വഹാബത്തിൻ്റെ ജീവിതം മുഴുവനും നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ തങ്ങളെ എത്രയാണ് മദ്ഹ് ചെയ്തത്. സ്വഹാബത്ത് തങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചത് ധാരാളം നമുക്ക് കാണാം. ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നത്, റബീഉൽ അവ്വൽ 12-ന്. ആ സന്ദർഭം ദഫ്മുട്ടി തങ്ങളെക്കുറിച്ച് തങ്ങളവർ വരവേറ്റത് എങ്ങനെയായിരുന്നു? ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന
മാ ദഅ ലില്ലാഹി ദാ, തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഇതാ പൗർണമി ഇവിടെ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദഫ്മുട്ടി തങ്ങളെക്കുറിച്ച് ആഘോഷിച്ച് അവിടത്തെ കൊണ്ട് സന്തോഷിച്ച് പ്രകീർത്തിച്ച് പാടുകയാണ് അൻസ്വാറുകളായ സ്വഹാബ, ആബാലവൃദ്ധൻ ജനങ്ങൾ. തങ്ങൾ അത് കേട്ട് അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അവർ പാടിയത് വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാ, തങ്ങളാവുന്ന ഈ അനുഗ്രഹത്തിനുള്ള ഇതുപോലത്തെ പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് മറ്റുമുള്ള നന്ദി പ്രകടനം അത് ഈ ഒരു ദിവസം മാത്രം ഒതുക്കേണ്ടതല്ല. എല്ലാ ദിവസവും നമുക്ക്, എല്ലാ സന്ദർഭങ്ങളിലും നമുക്കത് അനിവാര്യമാണ് എന്നാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾപ്പിച്ച് പാടിയത്. അതുകൊണ്ട് തന്നെ ലോകത്ത് പിന്നീട് വന്ന എല്ലാവരും തങ്ങളെ മദ്ഹിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിന് ശേഷം വന്ന താബിഈങ്ങൾ, ആ താബിഈങ്ങളുടെ റഈസു താബിഈൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതെന്താണ്? വദിത്തു ലൗ കാന ലി മിസ്ലു ജബലി ഉഹദിൻ ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലാനുള്ള ആഗ്രഹം അവർ പറയുന്നത്, ഉഹദ് പർവ്വതത്തോളം സ്വർണം എനിക്കുണ്ടെങ്കിൽ 12 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പർവ്വതമാണ് ഉഹദ്. ആ ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണം മുഴുവനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി വിനിയോഗിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് സ്വഹാബത്തിന്റെ മടിത്തട്ടിൽ കടന്ന് വളർന്ന, സ്വഹാബത്തിന് ദീൻ പഠിച്ച ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ വിശുദ്ധമാണ്. താബിഈങ്ങൾ മുഴുവനും തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി അവർ വിനിയോഗിച്ചു. തങ്ങളെ മദ്ഹ് ചെയ്യാത്ത ഒരു സന്ദർഭവും കഴിഞ്ഞു പോയിട്ടില്ല, കഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ മദ്ഹ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ നിശ്ചയമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച് 7ാമത്തെ ദിവസം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. ആ നാട്ടുകാർക്ക് പരിചയമല്ല അങ്ങനെ ഒരു പേര്. തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അറേബ്യയിൽ 5ഓ 6ഓ ആളുകൾക്കാണ് ആ ഒരു പേര് നൽകപ്പെട്ടത്. അതും തങ്ങളെ ഓർത്തുകൊണ്ട് നൽകപ്പെട്ടതാണ്. അഥവാ പലരിൽ നിന്നും, പല വേദഗ്രന്ഥങ്ങളിൽ നിന്നും, വേദപണ്ഡിതന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ട്, മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരാനുണ്ട്, അന്ത്യപ്രവാചകരാണ്, അതുകൊണ്ട് അതെന്റെ മകനായിക്കോട്ടെ എന്ന് വിചാരിച്ച് പലരും അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട്. തങ്ങളെ വിചാരിച്ചുകൊണ്ട് ഇട്ടതാണ്. 6ഓളം ആളുകൾക്കാണ് ആ പേര് നൽകിയിട്ടുള്ളത്. അവർക്ക് അങ്ങനെ പരിചയമില്ലാത്ത പേരാണ്. ആ പരിചയമില്ലാത്ത പേര് അബ്ദുൽ മുത്തലിബ് പേരക്കുട്ടി കിട്ടപ്പോ അവർ ചോദിച്ചില്ലേ, ലിമസമ്മൈതു ബനക, എന്തിനാണ് ഇങ്ങനെ ഒരു പേര് നൽകിയത്, അപരിചിതമായ പേര്? അതിന് മറുപടി അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, റജൗതു അയ്യുഹ്മദ ഫിസ്സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലും ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നയാളായി എൻ്റെ മകൻ, എൻ്റെ പേരക്കുട്ടി മാറണം എന്ന് ഞാൻ കൊതിക്കുന്നു. റബ്ബ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തതാണ്. ബിഇൽഹാമിൻ മിനല്ലാഹ് എന്നാണ് മഹാന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നവർ, പ്രശംസിക്കപ്പെടുന്നവർ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നത്, സൃഷ്ടാവ് കഴിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ പേര് തന്നെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ പേര് തന്നെ തങ്ങൾ പ്രശംസിക്കപ്പെടേണ്ടവരാണ് എന്നും പ്രശംസിക്കപ്പെടുന്നവരാണെന്നാണ് പഠിപ്പിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അലം നശ്റഹ് ലക സദ്റക വറഫഅനാ ലക ദിക്റ, ആ സൂറത്തിൽ പറയുന്നു വറഫഅനാ ലക ദിക്റ. നബിയെ, അങ്ങയെക്കുറിച്ചുള്ള സ്മരണകൾ എന്നും ഉയരത്തിലായിരിക്കും, അതൊരിക്കലും താഴോട്ട് പോകില്ല. ശത്രുക്കൾ കൊതിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണ ഇവിടെ നിന്ന് ഇല്ലാതെയായി പോകാൻ. ആസുബിന് വാഇൽ എന്ന് പറയുന്ന അബൂജഹലിന്റെ കൂട്ടുകാരൻ, ഇസ്ലാമിന്റെ കഠിന ശത്രു, അയാൾ പറഞ്ഞു പരത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടികളില്ല, അതുകൊണ്ട് തന്നെ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയെ പറയാൻ ആരുണ്ടാവില്ല. കാരണം ആൺകുട്ടികളിലൂടെ അല്ലേ തലമുറകൾ നിലനിൽക്കുക, തറവാട് നിലനിൽക്കുക, കുടുംബ പരമ്പര നിലനിൽക്കുക. ഇതാ മാ തൻഖതഅദിക്റുഹു, മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാൻ ലോകത്തൊരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ അവരെ കൊതിച്ചു. ആ ആരോപണത്തിന്റെ മുനയൊടിച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു അധ്യായം തന്നെ ഇറക്കിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബിയെ, അങ്ങേക്കാണ് ഏറ്റവും കൂടുതൽ ജമീലു ദിക്ർ കസ്റത്തു ദിക്ർ,
ഏറ്റവും കൂടുതൽ അങ്ങയെക്കുറിച്ചാണ് ലോകത്ത് ആളുകൾ പറയുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസ എന്നും നിലനിൽക്കുമെന്ന് ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങയെക്കുറിച്ച് സ്മരണ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ച ശത്രുക്കളുണ്ടല്ലോ, അവരെക്കുറിച്ച് ഓർക്കാൻ ലോകത്ത് ഒരാളുണ്ടാവില്ല. എവിടെയാണ് അബൂജഹലിന്റെ മൗലിദ് നടക്കുന്നത്? അബൂജഹലിന്റെ സ്മരണ നടക്കുന്ന എവിടെയാണ്? അവന്റെ ഏതെങ്കിലും വാർഷികമോ മറ്റോ ഏതെങ്കിലും അവന്റെ പേരക്കുട്ടിയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആരും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്മരണ അത് നാൾക്ക് നാൾ വർദ്ധിക്കുമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാരും ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് മൗലിദിനെയും സ്വലാത്തിനെയും മറ്റ് പല രീതിയിലും ഇസ്ലാമിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ പലരും എതിർക്കുമ്പോഴും മൗലിദും ബുർദയും സ്വലാത്തും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദ്ഹ് പറയാതെ മദ്ഹ് ചൊല്ലാതെ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയൂല, ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല. കാരണം സ്വലാത്ത് അത് ഏറ്റവും വലിയ മദ്ഹാണ്. നിസ്കാരം പൂർണ്ണമല്ല, നമ്മുടെ നിസ്കാരം പൂർണ്ണമല്ല. പോട്ടെ, ഒരാൾ ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടെ പറയണം. അള്ളാഹുവിനെ കൂടെ തങ്ങളെ പറയണം, അല്ലെങ്കിൽ അവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. കോടിക്കണക്കിന് മനുഷ്യർ ഓരോ സെക്കൻഡിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വചനം അവരുടെ നിസ്കാരങ്ങളിൽ, അവരുടെ ബാങ്കുകളിൽ, അവരുടെ ഖുതുബകളിൽ. അതുപോലെ ഇസ്ലാമിലേക്ക് ആയിരങ്ങൾ ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിക പ്രവേശനത്തിന് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ പറയാതെ ഒരു സെക്കൻഡും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ പറയാതെ നമുക്ക് പോവാൻ സാധിക്കില്ല എന്നർത്ഥം. ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല. മൗലിദോതാതെ ഒരാൾ ജീവിച്ചാൽ അവൻ നരകത്തേക്ക് പോവോ, അവൻ സ്വർഗം കിട്ടൂലേ എന്നൊക്കെ ചില സലഫികൾ ചോദിക്കാറുണ്ട്. ഉറച്ചു പറയണം, മൗലിദോതാതെ ഒരാൾ മരിച്ചുപോയാൽ അയാൾക്ക് സ്വർഗം കിട്ടൂല. മൗലിദ എന്ന് പറഞ്ഞാൽ തങ്ങളെ മദ്ഹ് പറയലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയാതെ, തങ്ങളെ പ്രശംസിക്കാതെ, തങ്ങളെ പേര് പറയാതെ, അതന്നെ ഏറ്റവും വലിയ മദ്ഹാണല്ലോ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മദ്ഹാണ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നത്. ആ ഒരു മദ്ഹ് പറയാതെ ആർക്കാണ് സ്വർഗം പ്രവേശനം ലഭിക്കുക? അതുകൊണ്ട് തങ്ങളെ മദ്ഹ് പറയൽ നമുക്ക് നിർബന്ധമാണ്. നമുക്ക് സുന്നത്തായ പല സന്ദർഭങ്ങളിലും നമുക്കത് സുന്നത്താണ്. രക്ഷപ്പെടാൻ കഴിയൂല തങ്ങളെ മദ്ഹ് പറയാതെ. നമ്മൾ മരിച്ച് ഈ ലോകത്ത് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തങ്ങളെ മദ്ഹ് പറഞ്ഞു, തങ്ങൾ ജനിച്ച ശേഷം തങ്ങളെ മദ്ഹ് പറയുന്നു, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ മദ്ഹ് പറയുന്നു. ബർസഖ് ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട് ഖബറിൽ. ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ നാളെ ഖബറിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണിച്ചിട്ട് ചോദിക്കൂലേ, അതഅരിഫു ഹാദർ റജുൽ, അറിയുമോ നിങ്ങൾക്ക് ഈ മഹാനുഭാവനെ? അമ്മൽ മൂഖിൻ, ആ സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസി അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആൾ പറയും, ഹാദാ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ഹഖ്, ഇതെന്റെ നബിയാണ്, എന്റെ റസൂലാണ്, ഞങ്ങൾക്ക് സത്യം എത്തിച്ചെന്ന നബിയാണ് എന്ന് പറഞ്ഞ് തങ്ങളെ പ്രശംസിക്കുകയാണ്. നംകനൗമത്തിൽ അറൂസ്. പിന്നീട് അവന് സ്വർഗീയ ജീവിതമാണ്. പിന്നെ റബ്ബേതാണ്, ദീനേതാണ്, നബി ഏതാണ്, എല്ലാ ചോദ്യത്തിനും സരളമായി മറുപടി പറയുന്നു. അവർക്ക് സന്തോഷത്തോടുകൂടെ സ്വർഗീയ ജീവിതം അനുഭവിക്കാൻ കഴിയും. എന്നാൽ തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ എനിക്കറിയൂല എന്ന് പറഞ്ഞാലോ, പിന്നെ അവരെ നരകീയ ജീവിതം ആരംഭിക്കുകയാണ്. നാളെ ബർസഖ് ലോകത്ത്, അനന്തമായ ലോകത്തിന്റെ തുടക്കമാകുന്ന ഖബർ ജീവിതത്തിൽ നമുക്ക് രക്ഷ വേണോ? തങ്ങളെ പറയണം. പിന്നെ മഹ്ശറയിൽ തങ്ങളെ മദ്ഹ് പറയാതെ ഒരാൾക്കും അവിടെ നിന്ന് നരകത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്കാണെങ്കിൽ ശരി, തങ്ങളെ മദ്ഹ് പറയാതെ ഒരാൾക്കും അവിടെ നിന്ന് കാലെടുത്ത് വെക്കാൻ കഴിയില്ലല്ലോ. നൽകപ്പെട്ട ഏറ്റവും വലിയ പദവിയല്ലേ മഖാമും മഹ്മൂദ്? മഹ്ശറയിൽ മഖാമും മഹ്മൂദ് എന്നാണ് അതിന്റെ പേര്. എന്നതിനർത്ഥം എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന സ്ഥാനം, എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന സ്ഥാനം. യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീൻ എല്ലാവരും തങ്ങളെ പ്രശംസിക്കുന്നു. മാത്രമല്ല അബൂജഹലടക്കം തങ്ങളെ അന്ന് മദ്ഹ് പറയും. തങ്ങളെ കുറ്റം പറഞ്ഞവരും ഒരു സൃഷ്ടി ഇല്ലാതെ എല്ലാവരും തങ്ങളെ മദ്ഹ് പറയേണ്ടി വരും. കാരണം ആ മഹ്ശറാവൻ സഭയിൽ നമുക്ക് അത്താണിയായി വരുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. ആ നീണ്ട നിൽപ്പിന് അറുതി വരുത്താൻ ഷഫാഅത്തിൻ തങ്ങളാണ്. ഷഫാഅത്തുൽ ഉദമ, അഷ്ഫാഅത്തുൽ ഉദമ. തങ്ങളെ മദ്ഹ് പറയിപ്പിക്കാതെ ഒരാളെയും അല്ലാഹു വിടുന്നില്ല. പിന്നെയോ നരകത്തേക്ക് പോയാലോ, തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ സ്വർഗത്തിൽ നരകത്തിലാണെങ്കിലും അവിടെയും ചോദ്യമുണ്ടാകും തങ്ങളെക്കുറിച്ച്. അന്നഈമുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് തഫ്സീർ. തങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. നരകത്തിലും നബിതങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുകയാണ്. സ്വർഗത്തിലോ സ്വർഗീയ കവാടങ്ങൾ കടക്കണമെങ്കിൽ തങ്ങളെ വായിക്കാതെ കടക്കാൻ കഴിയോ? സ്വർഗീയ കവാടങ്ങൾ മുഴുവനും എഴുതി വെച്ചെന്താണ്?
മുഹമ്മദുർ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ ചുമരുകളിലും അവിടുത്തെ കുബ്ബകളിലും അവിടുത്തെ മിനാരങ്ങളിലും എഴുതപ്പെട്ട് തങ്ങളുടെ പേരാണ്. സ്വർഗത്തിന് അറബിയിൽ പറയുന്ന പേരെന്താ? ജന്നത്ത്, തോട്ടമെന്നാണ്. കോടിക്കണക്കിന് വൃക്ഷങ്ങളുണ്ട് അവിടെ. ആ വൃക്ഷങ്ങളിലെല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത ഇതളുകളുണ്ട്, ഇലകളുണ്ട്. അതിലെല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ട പേരാരുടേതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തമായ സ്വർഗത്തിൽ ഒരു സെക്കൻഡും ഇടപെടാതെ എങ്ങോട്ട് തിരിഞ്ഞാലും തങ്ങളെ കാണാതെ, തങ്ങളെ വായിക്കാതെ, തങ്ങളെ സ്മരിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ കഴിയാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സെക്കൻഡുകളിലും, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും, ഇന്നും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും, സ്വർഗ നരകത്തിലും എല്ലാം സ്മരിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ സ്മരിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രം. എന്നല്ല, അവിടുത്തെ സ്മരിക്കലാണ് നമുക്ക് ഈ ലോകത്തും പാരത്രിക ലോകത്തും വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. മൻ നസിയ സ്വലാത്ത അലയ്യ ഫഖദ് ഖതഅ ത്വരീഖൽ ജന്ന. എന്റെ പേരിലുള്ള സ്വലാത്ത് ആരെങ്കിലും മറന്നുപോയാൽ അവൻ സ്വർഗ്ഗവഴി പിഴച്ചുപോയവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലി ഈ ഗ്രൂപ്പിൽ അറിയിച്ച് അങ്ങനെ റബീഉൽ അവ്വൽ സമാപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാനുള്ള ഒരു സംരംഭം കൂടെയാണ് ഇത് എന്ന് പറയുമ്പോൾ അല്ലാഹു നമുക്ക് ആഖിറത്തിൽ തങ്ങളോട് അടുക്കാനുള്ള ഒരു മാർഗമായി ഇത് സ്വീകരിക്കട്ടെ. ഈ ലോകത്ത് നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും തങ്ങളുടെ മദ്ഹ് ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഈ പ്രയാസഘട്ടത്തിൽ, മഹാമാരിയുടെ കാലത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ് ഈ മദ്ഹും സ്വലാത്തും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരെ കാലഘട്ടത്തിൽ പ്ലേഗ്, പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോഴായിരുന്നല്ലോ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ മങ്കൂസ് മൗലിദിന്റെ രചന നടത്തിയത് നമുക്കറിയാം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലുക. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. വാട്സപ്പിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് മുതൽ തന്നെ പലരും ഓതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ഓതണം. ഇന്ന് മുതൽ തന്നെ നമ്മുടെ വീടുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹ് പറയണം, ചൊല്ലണം. കാരണം തങ്ങളെ പേര് പറയാന്നുള്ളത് അത് ഏറ്റവും വലിയ ദിക്റാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ തങ്ങളെ സ്മരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ദിക്റാണ്. നമ്മുടെ അസുഖങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ കടങ്ങൾ വിടാൻ, നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ നീങ്ങാൻ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ, നമ്മുടെ കുടുംബത്തിന്റെ വിഷമങ്ങൾ തീരാൻ, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ എല്ലാം മുത്തുനബി പരിഹാരമാണ് എന്ന് പറയേണ്ടതില്ല. അല്ലേ? ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് വിശുദ്ധനായ തങ്ങളുടെ മാധ്യമല്ലേ, അവിടെ നിന്ന് അങ്ങനെ മദ്ഹ് എഴുതാണ്ടായ കാരണം തന്നെ എന്താ? മുൻദു അൽസംതു അഫ്കാരി മദാഇഹു വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസമി. അവര് തളർന്നു കിടന്ന് ഡോക്ടർമാരും വൈദ്യന്മാരും കൈയൊഴിച്ച് ഇനി രക്ഷയില്ല, എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതാൻ തീരുമാനിച്ചു. അതെനിക്ക് ഏറ്റവും വലിയ പിടിവള്ളിയായി മാറി. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു എന്നാണല്ലോ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി മദ്ഹ് ചൊല്ലുക, മൗലിദ് ഓതുക. അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണം നമുക്ക് അവന്റെ സഹായങ്ങൾ ലഭിക്കും. നമുക്ക് അല്ലാഹുവിന്റെ സഹായങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ തങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം നമുക്ക് ലഭിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാലിന് വേദനയായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ തളർന്നിരിക്കുമ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞില്ലേ, ഉർഖുർ അഹബ്ബന്നാസി ഇലൈക്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബിയെ പറഞ്ഞോ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇംബസത്തു റിജ്ലുഹു ഖാമു മഷാ, ആ കാലിന് എഴുന്നേറ്റ് സന്തോഷത്തോടുകൂടെ നടന്നുപോയി എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ അസുഖം മാറാൻ തങ്ങളെ പറഞ്ഞാൽ മതി. ഉഹദ് പർവ്വതത്തിൽ തങ്ങൾ കയറുമ്പോൾ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു, അവർ ഇരുവരുമുണ്ട്. അങ്ങനെ ഉഹദിൽ കയറുമ്പോൾ ഉഹദ് കുലുങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യും വസിദ്ദീഖും വശഹീദാൻ. കുലുങ്ങാൻ പാടില്ല. ഭൂകമ്പമുണ്ടായപ്പോൾ അതിനോട് കുലുങ്ങാൻ പാടില്ല എന്ന് തങ്ങൾ പറയുന്നു. ആ കുലുക്കം നിൽക്കുന്നു. അതിന് തങ്ങൾ കൂടെ പ്രയോഗിച്ചെന്താണ്? നബി രണ്ട് രക്തസാക്ഷികളാണ്. തങ്ങളുടെ വിശേഷണം പറയുന്നു. തങ്ങളുടെ കൂടെയുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ വിശേഷണം പറയുന്നു. ഷഹാദത്തും സുദ്ദീഖുമാണ് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ആ ഉഹദ് പർവ്വതം അവിടെ കുലുങ്ങാതെ നിൽക്കുകയാണ്. മഹാനായ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ സിംഹം കടിച്ചു കീറാൻ വേണ്ടി വന്നപ്പോൾ, അവിടത്തെ പിടിച്ചക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ, അന മൗല റസൂലില്ല, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കടിച്ചു കീറാൻ വേണ്ടി വന്ന സിംഹം തലതാഴ്ത്തി അതിനെ പുറത്തു കയറ്റി ജനവാസമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടത് അമന്തക്കും ബിറസൂലില്ലാഹി
വലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മി എന്ന അതിൻ്റെ വരിയുടെ ശറഹുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ധാരാളം പണ്ഡിതന്മാർ ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് പറയലും തങ്ങളെ മദ്ഹ് അല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, തങ്ങളുടെ മദ്ഹിൻ്റെ മദ്ഹാണ് ഞാൻ ഇത്രയും ഒരു ചെറിയ സമയത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കും തങ്ങളെക്കുറിച്ച് മതിവരാതെ ഒരുപാട് മദ്ഹ് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം നീണ്ടുപോകും എന്നതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് അവിടത്തോടടുക്കാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ കൂട്ടായ്മ ഏതെല്ലാം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഞങ്ങൾ പ്രവർത്തകന്മാർ അവരാത്മാർത്ഥമായി ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയത് കാരണം അവർക്കും ഞങ്ങൾക്കും എല്ലാം മുത്തനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ, വീടുകളിലെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലെ എല്ലാ പരിശ്രമങ്ങളും നീ തീർത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരിൽ, ഉസ്താദുമാരിൽ, ശിഷ്യന്മാരിൽ, സഹായികളിൽ, ഞങ്ങളെ സ്നേഹിച്ചവരിൽ, ഞങ്ങൾ സ്നേഹിക്കുന്നവരിൽ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാഹ്. നീ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മത്തിന് നീ ഇസ്സത്തും കാവലും നൽകണേ അല്ലാഹ്.